ബിൻ യസീദ് റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ട് മഹാനവറുകൾ പറയാണ്, ബായഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന വഅബീ വജദ്ദി. ഞാനും എൻ്റെ വാപ്പയും എൻ്റെ വല്യാപ്പയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ബൈഅത്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. നമ്മളൊക്കെ അങ്ങനെ പറയല്ലോ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇന്ന ആളുകളാണ്, ഇന്ന ജോലി ചെയ്യുന്നവരാണ് എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ഒരു അഭിമാനം പറയുകയാണ്. ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാം സ്വീകരിച്ചവരാണ്. വഖതബ അലയ്യ ഫഅൻകഹനി. എന്നിട്ട് മഹാനായ മഅ്ന റളിയല്ലാഹു അൻഹു പറയുന്നു, എന്ന് മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എൻ്റെ കല്യാണം ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പെണ്ണിനെ അന്വേഷിച്ചത്. അപ്പോൾ ആ ഒരു ചരിത്രവും പാരമ്പര്യമൊക്കെ പറയുന്നു. വഖാസത്തു ഇലൈഹി. ഒരിക്കൽ ഒരു തർക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു. എന്താ തർക്കം? വകാന അബി യസീദു അഖറജ ദനാനീറ യതസദ്ദഖു ബിഹാ. കുറച്ച് ദീനാർ എൻ്റെ വാപ്പ സ്വതക്ക ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ വാപ്പാക്ക് കുറച്ച് സ്വതക്ക ചെയ്യണം എന്നൊരു താല്പര്യം. ഫവദഅഹ ഇൻദ റജുലിൻ ഫിൽ മസ്ജിദി. അങ്ങനെ മദീനത്തെ പള്ളിയിലുള്ള ഒരാളെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു. നിങ്ങളിത് ആരെങ്കിലും വന്നാൽ കൊടുക്കണം, സ്വതക്കയായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോ അന്ന് ആദ്യമായി ഞാനാണ് പള്ളിയിലെത്തിയത്. പള്ളിയിലെത്തിയ എനിക്ക് അതെടുത്ത് എന്റെ കയ്യിൽ വെച്ചു. വാപ്പ കൊടുത്ത സ്വതക്ക മകനായ എനിക്കാണ് കിട്ടിയത്. അങ്ങനെ ഞാന് അതുമായി വീട്ടിലേക്ക് വന്നു. എന്റെ കയ്യിൽ കിട്ടി. ഞാൻ അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഇത് കണ്ടപ്പോ വാപ്പ അവിടെ നിന്ന് പറഞ്ഞു, വല്ലാഹി മാ ഇയ്യാക അറദ്തു. ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. അതുകൊണ്ട് അത് ശരിയാവില്ല, നീ തിരിച്ച് എനിക്ക് തന്നെ തരണം എന്ന രൂപത്തിൽ അവിടെ സംസാരം നടന്നു. അങ്ങനെ ഒരു തർക്കം നടന്നു. അന്നേരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇതൊരു തീരുമാനമാക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എത്തി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു തീരുമാനം പറഞ്ഞു. എന്താ പറഞ്ഞത്? ലക്കമാ നവൈത യാ യസീദ്. ഓ യസീദേ, നീ ഉദ്ദേശിച്ചത് സ്വതക്ക കൊടുക്കാനല്ലേ? അത് നിന്റെ ആഖിറമാകുന്ന അക്കൗണ്ടിലേക്ക് അതിന്റെ കൂലി കിട്ടിയിട്ടുണ്ട്. കാരണം നീ ആർക്കെങ്കിലും ഒന്ന് സ്വതക്ക കൊടുക്കണം എന്ന് വിചാരിച്ചല്ലേ ഏൽപ്പിച്ചത്. സ്വതക്ക അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓ മഅനെ, നീയും വിഷമിക്കണ്ട, നിന്റെ കയ്യിൽ എത്തിയ പൈസ ഉണ്ടല്ലോ, അതവിടെ ക്രെഡിറ്റ് ആയല്ലോ, അതിന് നീ തന്നെ വെച്ചോ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സന്തോഷകരമായ തീരുമാനമാണ് നബി തങ്ങൾ